നമ്മളൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവരാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ സൂറത്ത് നിസായിൽ പറയുന്നുണ്ട്, വസ്തഗ്ഫിരില്ലാഹ ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമ. അതുപോലെ തന്നെ സൂറത്ത് ഹശറാത്തിൽ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ. എന്താണ്? നിങ്ങൾ തൗബ ചെയ്യുക, നിങ്ങൾ ഇസ്തിഗ്ഫാർ പറയുക. തീർച്ചയായും അല്ലാഹു തആല കരുണ ചെയ്യുന്നവനും പുറത്തു കൊടുക്കുന്നവനുമാണ്. അതുപോലെ തന്നെ ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുക. എങ്ങനെയുള്ള തൗബയാണ്? നിഷ്കളങ്കമായ തൗബ ചെയ്യുക. അപ്പൊ നമ്മൾ എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? തൗബക്ക് 4 ഷർത്തുകളുണ്ട്. അതുപോലെ തന്നെ 3 അള്ളാഹുവിലേക്കും 1 സൃഷ്ടികളിലേക്കുമാണ് ആ ഷർത്തുള്ളത്. അതുപോലെ പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് നമ്മൾ തൗബ ചെയ്യണമെങ്കിൽ റമദാന് വരണമെന്നാ, അല്ലെങ്കിൽ ആ കിതാബ് ഉണ്ടല്ലോ ഏട്, അതിലെന്താണോ എഴുതിയിട്ടുള്ളത് അതേ രൂപത്തിലാണ് നമ്മൾ തൗബ ചെയ്യേണ്ടത് എന്നാ. എന്നാൽ ഇതൊക്കെ തെറ്റിദ്ധാരണയാണ്. ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഒരു വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പോയി കാണണം. കാരണം തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങണം. ഇതാ ഇവിടെ ആ തൗബ ഉണ്ട്. എല്ലാവരും ഒന്ന് പോയി കണ്ടിട്ട് മറ്റുള്ള ആളുകളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു താല നമുക്ക് എല്ലാ ദോഷങ്ങളും പുറത്തു തരുമാറാവട്ടെ. അള്ളാഹു താല ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.